എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ഓക്കെ, താങ്ക് യു. മുഖ്യമന്ത്രി പങ്കെടുത്ത പോലീസ് അസോസിയേഷൻ പരിപാടിയിൽ ആരോപണ വിധേയനായ ADGPയും പങ്കെടുത്തു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഷിനോജ് നൽകും. ഷിനോജ്, ഈ പോലീസ് അസോസിയേഷൻ പരിപാടിയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്, ആ കാര്യങ്ങൾ ഒന്ന് വിശദമാക്കൂ. മോദി PV അൻവർ MLA ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയും DGPയും ADGPയും ഒരേ വേദിയിൽ എത്തി എന്നതായിരുന്നു കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷൻ സമാപന സമ്മേളനത്തിന് ഏറെ ശ്രദ്ധേയമാക്കിയത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും, എന്ത് പ്രതികരണം അറിയിക്കുമെന്നതായിരുന്നു ഏറ്റവും കൗതുകമെന്ന് നോക്കിക്കൊണ്ടിരുന്നത്. രാവിലെ 9 മണിക്ക് ഏകദേശം അരമണിക്കൂറോളം മുഖ്യമന്ത്രിയും DGPയുമായി നാട്ടകം ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. അവിടെ തന്നെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിരുന്നു. DGP തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ വിഷയം അന്വേഷിക്കണമെന്ന് ആ സമയത്ത് തന്നെ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായിരുന്നു. എന്നാൽ ആ സമയത്ത് നമ്മൾ ഈ കൺവെൻഷൻ സെന്ററിലേക്ക് എത്തി DGPയുമായി പ്രതികരണം ചോദിച്ച സമയത്തൊന്നും DGP ഈ വിഷയത്തിൽ പ്രതികരിക്കാനൊന്നും തന്നെ തയ്യാറായില്ല. എന്നാൽ പ്രസംഗം തുടങ്ങിയ സമയത്ത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കാര്യമായി തന്നെ പ്രതികരിച്ചു. ഈ സേനയ്ക്കുള്ളിൽ പുഴുക്കത്തുണ്ടാക്കുന്ന ഏത് ഉദ്യോഗസ്ഥനായാലും മുഖം നോക്കാൻ നടപടിയെടുക്കും, അത് നേരത്തെയും എടുത്തിട്ടുണ്ട്, ഇനിയും തുടരും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരത്തിൽ ഒരു DGP തലത്തിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ വിഷയങ്ങളൊക്കെ അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് സദസ്സിൽ നിന്ന് ഉണ്ടായത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം നിറഞ്ഞ പോലീസ് സന്നാഹമായിരുന്നു, പോലീസുകാരാണ് ഈ സദസ്സിലുണ്ടായിരുന്നത്. സേനയ്ക്കുള്ളിൽ MR അജിത് കുമാറിനെതിരെ എത്രത്തോളം വികാരമുണ്ട്, എത്രത്തോളം നീരസമുണ്ട് എന്ന് ഈ കയ്യടിയിൽ തന്നെ പ്രകടമായിരുന്നു. മാത്രമല്ല ഒരേ വേദിയിലെത്തിയിട്ടും ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രി മുഖം നൽകിയില്ല എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരേ വേദിയിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഇരുവരും ഇരുന്നത്. പരസ്പരം മുഖം നോക്കാനോ കൈ കൊടുക്കാനോ തന്നെ ഇരുവരും തയ്യാറായില്ല എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും മറുപടി പ്രസംഗത്തിൽ ഈ MR അജിത് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുമോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല. കഴിഞ്ഞ 29 വർഷത്തെ തന്നെ സർവീസ് ജീവിതം എടുത്തു വെച്ചാണ് MR അജിത് കുമാർ തന്നെ പ്രസംഗം പൂർത്തിയാക്കിയത്. മറിച്ച് ഇത്തരത്തിൽ ഇപ്പോൾ ഈ പ്രസംഗം ഇത്തരത്തിൽ തന്നെ സർവീസ് സ്റ്റോറി ഇത്തരത്തിൽ പറയേണ്ട കാര്യമുണ്ട് എന്ന് ഇപ്പോൾ തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരില്ല എന്ന് കൂടി MR അജിത് കുമാർ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും മറുപടി മാധ്യമങ്ങളോട് ചോദിച്ച സമയത്ത് അന്വേഷണം നടക്കട്ടെ, ഈ അന്വേഷണം നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും താൻ പരാതി നൽകിയിട്ടുണ്ട്, കത്ത് നൽകിയിട്ടുണ്ട്. അന്വേഷണം നടന്നതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ള ഒരു ഒഴുക്കൻ മറുപടി മാത്രമാണ് ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും വളരെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഇന്നുണ്ടായത്. കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷൻ സമാപന സമ്മേളനത്തിലായിരുന്നു ADGPക്കെതിരെ പരസ്യമായി ഒരു വേദിയിൽ വെച്ച് ADGPയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. ശരി, ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.